Question number 5 നോക്കാം നമുക്ക്. Two resistor of 100 ohm each are connected in series with a 9-volt battery. A voltmeter of 400 ohm resistance is connected to measure the voltage drop across one of the resistors. The voltmeter reading is ആ ചോദിച്ചിരിക്കുന്നത്. എടാ 2 resistors 100 ohm each are connected in series with a 9-volt battery. അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ടിൻ്റെയും വാല്യൂ എത്രയാ? 100 ഓം ആണ്. രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് 100 ഓം ആണ്. അത് നമ്മുടെ ഒരു 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ വോൾട്ട് മീറ്റർ ഓഫ് 400 ഓം, അതായത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വോൾട്ട് മീറ്ററിന് എന്തുണ്ടാ മക്കളെ? അതിന് റെസിസ്റ്റൻസ് 400 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വോൾട്ട് മീറ്റർ നമ്മൾ അക്രോസ് കണക്ട് ചെയ്യുക. അക്രോസ് കണക്ട് ചെയ്യുക പറഞ്ഞാൽ ആ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് ഉണ്ടാവുക. ഈ വോൾട്ട് മീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പാരലായിട്ട് ഉണ്ടാവുക അല്ലേ. connected to measure the voltage drop across one of the resistors, the voltmeter reading. അപ്പോൾ ഇതിൻ്റെ വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ട്മീറ്റർ റീഡിംഗ് അറിയണമെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് കിട്ടണം. ഇതിലൂടെ പോകുന്ന കറണ്ട് കിട്ടണം എന്ത് ചെയ്യണം? I is equal to V divided by R effective ചെയ്യണം. R effective. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 100ഉം 400ഉം പാരലാണ്. 100ഉം 400ഉം പാരലാണെങ്കിൽ ഇത് 100 ആണ്. അതിനോട് ആരാ പാരൽ? 100ഉം 400ഉം പാരലാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ വരിക? 400 divided by 400 by 100, 4 plus 1 5 വരും. 400 by 5, the answer will be 80 ohm. അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അതായത് ഒരാൾ 100 ഓമും ഒരാൾ 80 ഓമും ഉള്ള റെസിസ്റ്റർ ആയിട്ട് മാറും. രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവ് വാല്യൂ 80 ഓം വരും. സാർ എങ്ങനെയാണ് സാർ 80 ഓം കിട്ടിയത്? ഇത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ബിഗ് 1 ഡിവൈഡ് ബൈ n+1 എന്നുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. അത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ സിമ്പിൾ എന്ത് ചെയ്യുക? R1 R2 400 × 100 ഡിവൈഡ് ബൈ 400 + 100 500 2 0 കട്ട് ചെയ്യുക. 400/5 ദാറ്റ് വിൽ ഗിവ് 80. വാട്ട് എവർ ഏത് റിലേഷൻ നോക്കിയാലും നമുക്ക് ആൻസർ 80ലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിലൂടെ വരുന്ന കറണ്ട് I is equal V എത്രയാണ്? 9 ആണ്. R effective 100 + 80 ദാറ്റ് വിൽ ഗിവ് 180. കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇവിടെ 2 ലെ. സോ I is equal to 1 divided by 20 വരും. അതായത് 1/20 ആംപിയർ കറണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ, ഈ ഒരു വോൾട്ട് മീറ്റർ ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പാരൽ കണക്ഷൻ ആണെങ്കിൽ രണ്ടിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം എ ബി എന്നുള്ള രണ്ട് എൻഡുകൾക്ക് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് അക്രോസ് എ ബി എന്ന് ചോദിച്ചാൽ എന്താ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ഇൻറ്റു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? രണ്ടിൻ്റെയും കൂടി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 80 ആണ്. സോ I × 80 വരും. I എത്രയാണ്? 1/20 ആണ്. 1/20 × 80 വരും. 0 കട്ട് ചെയ്താൽ 8/2 ദാറ്റ് വിൽ ഗിവ് 4 volt. 4 volt will be the right answer. 4 volt will be the right answer. അതിനെ ഒന്നും കൂടി നിങ്ങൾക്ക് ഈസി ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ വരുന്ന കറണ്ട് 1/20 രണ്ട് വഴിക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് അറിയാം. ഇതിലൂടെ വരുന്ന കറണ്ട് ഇടാൻ എന്ത് ചെയ്യണം? കറണ്ട് സ്പ്ലിറ്റിംഗ് റൂൾ പിന്നെയും ഉപയോഗിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെ കൂടി ചേർത്ത് ഒരൊറ്റ സിംഗിൾ റെസിസ്റ്റർ ആക്കിയാൽ അതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചാൽ അതാണ് നമ്മുടെ വോൾട്ട്മീറ്റർ റീഡ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ദാറ്റ് ഇസ് സിമ്പിൾ ലോജിക്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വരുന്ന കറണ്ട് എത്രയാണ്? 1/20 അല്ലേ. അപ്പോൾ 1/20 ഇൻറ്റു നമുക്ക് വേണ്ടത് 400 ഡിവൈഡ് ബൈ 500 വരും. 0 കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 വരും. 1 ഡിവൈഡ് ബൈ 25 വരില്ലേ. 1/25 ഇൻറ്റു 100 വരും. ദാറ്റ് അഗെയിൻ വിൽ ഗിവ് 4. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാം. നിങ്ങൾ കറണ്ട് സ്പ്ലിറ്റിംഗ് റൂൾ ഉപയോഗിച്ച് രണ്ടിലൂടെ പോകുന്ന കറണ്ട് നോക്കുക. ഇതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താലും ഇതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താലും കിട്ടാൻ വേണ്ടി പോകുന്ന ആൻസർ 4 വോൾട്ട് ആയിരിക്കും. സോ വി ക്യാൻ ഉറപ്പിക്കൽ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻഡ് റിമെമ്പർ, ഇത് ഏത് ചാപ്റ്ററാണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള റെസിസ്റ്റൻസ് കോമ്പിനേഷൻ എന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം.